ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇവിടെ വിൻ്റർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്കിവിടെ നമ്മൾ ഓണാട്ടുകരക്കാരുടെ ഇഷ്ടവിഭവമായ നമ്മുടെ അതായത് പിന്നെ ഓണാട്ടുകരക്കാരുടെ ഇഷ്ടവിഭവം മാത്രമല്ല, കാരണം എന്ന് വെച്ചാൽ ശബരിമല നമ്മളിപ്പോൾ ആ മണ്ഡലകാലത്ത് നമ്മൾ ശബരിമലയിലേക്ക് ശബരിമല പോകുന്ന അയ്യപ്പന്മാർ ശബരിമല പോകുമ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കത്തില്ലേ. അപ്പം നമ്മൾ അന്നേരം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിയുടെ കൂട്ടത്തിലുണ്ടാക്കുന്ന ഒരു കൂട്ടാനാണിത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മുഴുവൻ വേണ്ടാന്ന് തോന്നുന്നു, കാരണം ഞങ്ങൾ 3 പേരെല്ലാം ഉള്ളു. പിന്നെ ഇവിടെ കുറച്ച് ചേമ്പ്, ചെറിയ ചേമ്പ്, ഇത് ചൈനീസ് ചേമ്പാണ്. ഇത് നമ്മുടെ നാട്ടിലെ ചേമ്പിന് അതുപോലെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവുമോ എന്നറിയത്തില്ല, പക്ഷേ നമുക്കിവിടെ ഇത് അവൈലബിൾ. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാച്ചിൽ, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാണ്. പിന്നെ ഇത് കുമ്പളങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, ഒരു പുളി മാങ്ങ ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെല്ലാം കൊണ്ടുവരാം. കുറച്ച് ടൈം എടുക്കും, ഇതൊക്കെ ചിരണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ വരാം. ഇത് ഞാൻ കഷ്ണങ്ങളായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാം. ഇതിൻ്റെ അകത്ത് ഒരു കഷ്ണം ഒരു പൂള് മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നമ്മുടെ ഈ കുക്കറിലേക്ക് ഇടാൻ പോവാം. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നല്ലതുപോലെ വേണം, എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണം ഇതിന് വേണ്ടിയേ. ഒരു 3-4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് കൂടെ നമുക്ക് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്നാലും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എങ്കിലേ അത് നമ്മൾ നേരത്തെ കഷ്ണങ്ങൾ വേവിക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇത് നല്ല മഷി പോലെ നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. നമ്മുടെ വേവിക്കാൻ വെച്ച കഷ്ണമെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഒരുപാട് ഉടഞ്ഞു പോയിട്ടുമില്ല. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിക്കാം. ശരിക്കും ഇത്രയും ഞങ്ങൾ കളറ് വരുത്തില്ല, ഇത് കുറച്ചുകൂടെ ലൈറ്റ് കളർ. ഇത് ഈ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളറാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, പിന്നെ സാമിക്കഞ്ഞിക്കും ഒക്കെ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് കളറാണെന്ന് തോന്നുന്നു. മുളക് പൊടിയുടെയാണ്. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചുകൂടെ വേണം. പുളി നമ്മൾ മാങ്ങയാണ് ഇട്ടേക്കുന്നത്. ഇനിയിപ്പം പുളി കുറവാണെങ്കിൽ ഇനി പിന്നീട് ഇച്ചിരി തൈര് ഒഴിച്ചാൽ മതി. അതിന് പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് കടുക് വറുത്തിടാം. നമുക്കിതിലേക്ക് കടുക് വറക്കാം. അതിനായിട്ട്
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചുമന്നുള്ളി ഇട്ട് തന്നെ കടുക് വറുക്കണം. പച്ചമുളക് ഇട്ട് അങ്ങനെ നമ്മുടെ ഓണാട്ടുകര സ്പെഷ്യൽ അസ്ത്രം റെഡി. ഇത് നമ്മൾ നല്ല കുത്തരിയുടെ കഞ്ഞിയുടെ കൂട്ടത്തിൽ നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി ഇനി കാണുന്നിടം വരെ ബൈ.